അമ്മായിയമ്മ പോര് നടക്കാത്തതായ കുടുംബം ഏതെങ്കിലും ഉണ്ടാകുമോ? സഹോദരനും സഹോദരിയും തമ്മിൽ തല്ലുകൂടാത്ത ഏതെങ്കിലും കുടുംബം ഉണ്ടാകുമോ? അമ്മയും അപ്പനും വീട്ടിൽ വഴക്കിടാത്തതായ കുടുംബം ലോകത്തിൽ ഉണ്ടാകുമോ? മറ്റ് അയൽവക്കക്കാരുമായിട്ട് വേറെ പ്രയാസങ്ങളും പ്രതിസന്ധികളും ഉണ്ടാക്കാത്ത ലോകത്തെ കുടുംബങ്ങൾ ഉണ്ടാകുമോ? പല സ്ഥലത്തും പലരുമായിട്ട് മനുഷ്യർക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റാത്തതായ ഒരു കാലഘട്ടമാണ് ഇതിപ്പം. മാത്രമല്ല, ഇത് ബൈബിൾ വിശ്വസിക്കുന്ന നമ്മൾ ആദമിൻ്റെ മക്കൾ കായീനും ഹാബേലും തന്നെ വഴക്കിട്ട് പ്രശ്നമുണ്ടാക്കി ഒരു സഹോദരനെ കൊന്നു. അങ്ങനെ ഈ ലോകത്തിൽ പ്രയാസങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകും. രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം ഉണ്ടാകുന്നു. സ്റ്റേറ്റുകൾ തമ്മിൽ, സംസ്ഥാനങ്ങൾ തമ്മിൽ പ്രയാസം ഉണ്ടാകുന്നു. വില്ലേജുകൾ, ഒരു ഓഫീസ് എടുത്താൽ ഓഫീസേഴ്സ് തമ്മിൽ ചേർന്ന് പോകില്ല. അങ്ങനെയുള്ളതായ പ്രയാസങ്ങളെല്ലാം ലോകത്തിൽ നടക്കുകയാണ്. മറ്റുള്ളവരുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ ചിലർക്ക് വളരെ വിഷമമാണ്. നമ്മളെല്ലാവരും ചിന്തിക്കുന്നത് അവരെല്ലാം എൻ്റെ വഴിക്ക് വരണം, ഞാൻ ചിന്തിക്കുന്നത് പോലെ അവർ ചിന്തിക്കണം. അതാണ് ചിലരൊക്കെ പറയുന്നത്, അവളെന്തിനാ അങ്ങനെ കാട്ടുന്നത്, ഇവൻ എന്തിനാ ഇങ്ങനെ ചെയ്യുന്നത്, ഈ സാർ എന്തിനാ അങ്ങനെ ചെയ്യുന്നത് എന്ന് ചിന്തിക്കും. അതായത് ഓരോരുത്തരുടെയും രീതിക്ക് മറ്റുള്ളവർ ചെയ്യണം എന്ന് ഓരോരുത്തരും ആഗ്രഹിക്കുന്നു. അതാണ് ലോകത്തിലെ കുഴപ്പം. ഇത് എന്തിനു വേണ്ടിയാണ്? ഞങ്ങൾ കോഴിക്കോടാണ് ഇപ്പോൾ താമസിക്കുന്നത്. കോഴിക്കോട് ഞങ്ങളുടെ വീട്ടിൻ്റെ അടുത്ത് ഒരു കുടുംബം താമസമുണ്ട്. 3 ആൺമക്കളും ഒരു സ്ത്രീയും അവിടെയുണ്ട്. പക്ഷെ കഴിഞ്ഞ 1.5 വർഷം കൊണ്ട് ഞങ്ങളുടെ അയൽവക്കക്കാരാ. പക്ഷെ ഞങ്ങൾ ചെന്ന് പല പ്രാവശ്യം അവരെ നോക്കി ഒന്ന് ചിരിക്കാൻ നോക്കി, അവരുമായിട്ടൊരു ഹലോ പറയാൻ നോക്കി, ഒരിക്കലും സാധിക്കത്തില്ല. കാറിൽ ഗേറ്റിൻ്റെ വെളിയിൽ ഇറങ്ങി പോകുന്നതും കാണാം, കാറിൽ വീട്ടിൻ്റെ അകത്തോട്ട് കയറി പോകുന്നതും കാണാം. അവിടെ ജോലി ചെയ്യുന്ന ഒരു സ്ത്രീ അല്ലാതെ അവരുമായിട്ട് നാട്ടുകാർക്ക് ഒരു ബന്ധവും ഇല്ല. അതുപോലെയുള്ളതായ പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നവർ, അല്ലെങ്കിൽ അയൽവക്കക്കാരുമായിട്ട് ഒരിക്കലും അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റാത്തവർ ലോകത്തിൽ ഉണ്ട്. ഞങ്ങൾ മാവേലിക്കര പണ്ട് താമസിച്ചിരുന്നതായ സമയത്ത് ഞങ്ങളുടെ വീട്ടിൻ്റെ അടുത്ത് ഒരു അയൽവക്കക്കാരി ഉണ്ടായിരുന്നു. അവരുടെ പേര് തുളസി എന്നാണ്. മാവേലിക്കര കോടതിയിൽ ജോലി ചെയ്യുന്ന സ്ത്രീയായിരുന്നു. പക്ഷെ ഞങ്ങളുടെ വീട്ടിലാണെങ്കിൽ ഒരു പ്രത്യേക കറിയുടെ മണം കേട്ടാൽ എൻ്റെ ഭാര്യ എഴുത്തോന്ന് ചോദിക്കും, നിങ്ങളെന്താ കറി ഉണ്ടാക്കിയത്, അതിവിടെ ഉണ്ടാക്കുന്ന കറിയുടെ മണം പോലെ അല്ലല്ലോ. അതേപോലെ ഞങ്ങളുടെ വീട്ടിൽ ആര് വന്നാലും അത് കഴിഞ്ഞിട്ട് അവരുമായിട്ട് വന്ന് ചോദിക്കും, ഇതാരാ, എങ്ങനെയാ, നിങ്ങളുടെ ബന്ധം എന്തോന്നാ. അങ്ങനെ എന്നും എല്ലാവരുടെ ഇടപെടുകയും സംസാരിക്കുകയും വേണം. ഒരു കൂട്ടർക്ക് ആരുമായിട്ട് ബന്ധപ്പെടണ്ട, ഒരു കൂട്ടർക്ക് ആ വീട്ടിൽ നടക്കുന്ന എല്ലാ കാര്യവും അറിയണം. ഞങ്ങളൊരു ദിവസം വീട്ടിൽ നിന്ന് ഒരു 2-3 പ്രാവശ്യം ഫ്ലാഷ് അടിച്ച് ഫോട്ടോ എടുത്തു. അപ്പോൾ ജനലിൽ കൂടെ അവരുടെ വീട്ടിൽ, ഈ തുളസിയുടെ വീട്ടിൽ ഇരിക്കുന്നവർ കണ്ടിട്ടു എന്ന് ചോദിക്കുക, നിങ്ങളെന്താ മിന്നിച്ച് ടോർച്ചടിക്കുന്നതെന്ന്. അപ്പോൾ അവർ ഫ്ലാഷ് വെച്ച് ക്യാമറയിലെ ഫോട്ടോ എടുക്കുന്നവർ കണ്ടിട്ടുണ്ടാവില്ല, അതുകൊണ്ടായിരിക്കും. എന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിലെ എല്ലാ രഹസ്യങ്ങളും അവർക്ക് അറിയണം എന്ന് ആഗ്രഹമുണ്ട്. അങ്ങനെ ഒരു കൂട്ടർ ആരുമായിട്ടും ബന്ധപ്പെടണ്ട എന്നുള്ളത് മറ്റൊരു കൂട്ടർ. ഇപ്രകാരം ചെയ്യുന്നത് എന്തിനാണെന്ന് നമുക്ക് നോക്കാം. ജനങ്ങളെല്ലാം വ്യത്യസ്തരായിരിക്കുന്നത് എന്തുകൊണ്ടാണ് ജനങ്ങളൊക്കെ വ്യത്യസ്തരായിരിക്കുന്നത്? ആശയപരമായി എന്നോട് യോജിക്കാത്തവരെടുത്ത് വിരോധം വെക്കുകയും അവരെ കാണുമ്പോൾ മുഖം തിരിച്ചു പോവുകയും അവരെ കാണുമ്പോൾ ഇഷ്ടമില്ലായ്മ പ്രദർശിപ്പിക്കുകയും ചെയ്യുന്നത് മനുഷ്യൻ്റെ നേച്ചറാണ്. എങ്കിലും എന്നെ കേൾക്കുന്നതായ പ്രിയ ശ്രോതാക്കളെ, നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഇവിടെ മനുഷ്യരെല്ലാം ഒരേ വർഗമാണ്. ഒരു വർഗത്തിൽ നിന്ന് വന്ന ആദ്യം ഒരു മനുഷ്യൻ, അത് സത്യവേദ പുസ്തകം അപ്പോസ്തല പ്രവർത്തികൾ 17-ാം അധ്യായം 26 പറയുന്നത്, ഭൂതലത്തിലെങ്ങും കുടിയിരിപ്പാൻ അവൻ ഒരുത്തനിൽ നിന്നും മനുഷ്യജാതിയെ ഒക്കെയും ഉളവാക്കി. ഹിന്ദു ഫിലോസഫിയും തിയോളജിയും എടുക്കുകയാണെങ്കിൽ വിഷ്ണു ഭഗവാന്റെ നാഭിയിൽ നിന്നും വളരുന്നതായ ഒരു താമരയിൽ
ഒരു ബ്രഹ്മദേവൻ ഇരിപ്പുണ്ട്. ആ ബ്രഹ്മദേവൻ താമര ഇതളുകളെ ഭൂമിയും സ്വർഗവും ആകാശവുമാക്കി മാറ്റി. ബ്രഹ്മദേവനെ പകുതി സ്ത്രീയും പകുതി പുരുഷനുമാക്കി മാറ്റി. എന്ന് വെച്ചാൽ ഒന്നിൽ നിന്ന് സകലരും വന്നു. എല്ലാവരുടെയും അവയവവും ബോഡി ഫങ്ഷനും എല്ലാം സെയിമാണ്. എങ്കിലും വ്യത്യസ്തത ഇഷ്ടപ്പെടുന്നു. ഓരോരുത്തർക്കും അവരുമായിട്ട് ചേരാത്ത, അവരുടെ സ്വഭാവ ശൈലിയുമായിട്ട് ചേരാത്തവരെ അവർക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഖുറാനിലും പറയുന്നുണ്ട് കേട്ടോ, ഈ ഭൂമിയിൽ മനുഷ്യരെല്ലാം ഇപ്രകാരം വ്യത്യസ്തനായിരിക്കുന്നത്, കറുത്തിരിക്കുന്നത്, വെളുത്തിരിക്കുന്നത്, മഞ്ഞ നിറത്തിലിരിക്കുന്നത്, അങ്ങനെയൊക്കെ ഇരിക്കുന്നത് എന്തിനെന്നറിയാമോ? മനുഷ്യനെ തിരിച്ചറിയാൻ വേണ്ടി മാത്രമാണെന്ന്. ബാക്കിയെല്ലാം അള്ളാവിൻ്റെ മക്കളാണ്. അപ്പോൾ ഒരേ രൂപം, ഒരേ അവയവങ്ങൾ എല്ലാമുള്ള വ്യത്യസ്തതയുള്ളതായ അവർ ഒരിക്കലും അഡ്ജസ്റ്റ് ചെയ്തു പോകാൻ തയ്യാറല്ല. ചിലപ്പോൾ ഈവൻ ഭാര്യയും ഭർത്താവും തന്നെ പല സ്ഥലത്തും വഴക്കുകൾ നടക്കുന്നു. ഇതെന്തിനാണ് എന്നാണ് നമ്മൾക്ക് പഠിക്കേണ്ടിയിരിക്കുന്നത്. ഇതിനെപ്പറ്റി നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? എന്തുകൊണ്ട് എനിക്ക് അമ്മായിയമ്മയായിട്ട് ചേരാൻ പറ്റുന്നില്ല? എന്തുകൊണ്ട് ഇന്ന ഒരു സഹോദരനുമായിട്ട് ചേരാൻ പറ്റുന്നില്ല? എന്തുകൊണ്ട് ചിലപ്പോഴൊക്കെ കാമുകനെടുത്ത് വഴക്കിടുന്നു? ഇങ്ങനെയുള്ളതൊക്കെ എന്തിന് നടക്കുന്നു എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അതാണ് നമ്മൾ തുടർന്നുള്ള ഒരു 4 സെഗ്മെൻറ്റുകളിലൂടെ പഠിക്കാനായിട്ട് ശ്രമിക്കുന്നത്. കാരണം ഇതറിഞ്ഞിരിക്കുന്നത് നമ്മുടെ മക്കളുമായിട്ടും നമ്മുടെ സ്പൗസുമായിട്ടും നമ്മുടെ പാരൻസുമായിട്ടും നമ്മുടെ കൂട്ടുകാരുമായിട്ടും അവർ ഏത് കാറ്റഗറിയിലുള്ളതെന്ന് അറിഞ്ഞിട്ട് അവരുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്തു പോകാൻ സാധിക്കും. അതുകൊണ്ട് ഇതറിഞ്ഞിരിക്കുന്നത് ഏറെ നല്ലതാണ്. എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയ ശ്രോതാക്കളെ, നിങ്ങളാരെങ്കിലും ഫാദർ ഓഫ് മെഡിസിൻ, ഈ മരുന്നുകളുടെയൊക്കെ മോഡേൺ മെഡിസിൻ്റെ ഫാദർ ആരാണെന്ന് കേട്ടിട്ടുണ്ടോ? ഫാദർ ഓഫ് മോഡേൺ മെഡിസിൻ, അതായത് ആധുനിക വൈദ്യശാസ്ത്രത്തിൻ്റെ പിതാവ് എന്ന് അറിയപ്പെടും. അത് നിങ്ങൾ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിലോ ഏതെങ്കിലും മെഡിക്കൽ കോളേജിൻ്റെ കാഷ്വാലിറ്റിയുടെ ഫ്രണ്ടിൽ ചെന്ന് നോക്കിയാൽ ഒരു താടിയൊക്കെ വെച്ച പകുതി മൊട്ടയായിട്ടുള്ളതായ ഒരപ്പച്ചൻ്റെ പ്രതിമ അവിടെ വെച്ചേക്കും. ആ അപ്പച്ചനാണ് ഹിപ്പോക്രറ്റസ് എന്ന് പറയുന്നത്. ഹിപ്പോക്രറ്റസ് അദ്ദേഹം ഒരു ഫാദർ ഓഫ് മോഡേൺ മെഡിസിൻ. അദ്ദേഹം ഫാദർ ഓഫ് മോഡേൺ മെഡിസിൻ ആകുന്നത് എങ്ങനെയെന്ന് ചോദിച്ചാൽ, ഇദ്ദേഹം ജീവിക്കുന്നത് ഏഷ്യ മൈനറിലെ കോസ് എന്ന് പറയുന്നതായ ഒരു സ്ഥലം. ആ സ്ഥലം എന്ന് പറയുന്നത് പെർഗമോസ് പട്ടണത്തിലുള്ളതാണ്. വെളിപാട് പുസ്തകത്തിൽ പറയുന്ന പെർഗമോസ് പട്ടണത്തിലുള്ളത് തന്നെയാണ് ഈ കോസ്. അപ്പോൾ അവിടെ 460 ജനിച്ച് ജീവിച്ചതായ ഒരു മനുഷ്യനാണ്. ഇദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, അതുവരെ ഈ ലോകത്തിലെ സകലരും, ഈ ലോകത്ത് രോഗങ്ങളൊക്കെ വരുത്തുന്നത് ദൈവമാണ്, ഈ ലോകത്ത് സൗഖ്യം വരുത്തുന്നത് ദൈവമാണ്. നമ്മളും രോഗത്തിന് വേണ്ടി, സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്, ദൈവമേ സൗഖ്യം തരണമേ എന്ന്. പണ്ട് ഈ മഹാവ്യാധികളൊക്കെ ദൈവമാണ് അയക്കുന്നതെന്ന് വിശ്വസിച്ചിരുന്ന ഒരു കാലഘട്ടമാണ്. ദൈവത്തിൻ്റെ ശാപം കൊണ്ടും ദൈവത്തിൻ്റെ ഇഷ്ടമില്ലായ്മ കൊണ്ടുമാണ് ലോകത്തിൽ ഈ അസുഖങ്ങളൊക്കെ വരുന്നതെന്നാണ് വിശ്വസിച്ചിരുന്നതായ ഒരു കാലഘട്ടം. അപ്പോൾ ഇദ്ദേഹം അസുഖം എങ്ങനെ വന്നാൽ അതിനെ അതെങ്ങനെ ട്രീറ്റ് ചെയ്യണമെന്ന ഒരു പഠനം നടത്തി ആധുനിക വൈദ്യശാസ്ത്രത്തിൻ്റെ പിതാവായി തീർന്ന മനുഷ്യനാണ് ഹിപ്പോക്രറ്റസ്. ഈ ഹിപ്പോക്രറ്റസിന് മാത്രം ഒന്നും അറിയില്ല. പക്ഷേ ഹിപ്പോക്രറ്റസിന് ആ പെർഗമോസ് അല്ലെങ്കിൽ കോസ് എന്ന് പറയുന്നതായ വില്ലേജിൽ ഒരു ദൈവമുണ്ടായിരുന്നു. അയാളെ ആ ദൈവത്തിനെ പറയുന്നത് ഗോഡ് ഓഫ് മെഡിസിൻ എന്നാണ്. ഗ്രീക്കോ റോമൻ സാമ്രാജ്യത്തിലെ ഫാദർ ഓഫ് മെഡിസിൻ. ഫാദർ ഓഫ് മെഡിസിൻ ഹിപ്പോക്രറ്റസ്, ഇത് ഗോഡ് ഓഫ് മെഡിസിൻ, വൈദ്യശാസ്ത്രത്തിൻ്റെ ദൈവം. അദ്ദേഹത്തിൻ്റെ പേര് അസ്കലോപ്പിയസ് എന്നാണ്. അസ്കലോപ്പിയസ് എന്നാണ് ഈ ഗ്രീക്കോ റോമൻ വൈദ്യശാസ്ത്രത്തിൻ്റെ ദേവൻ്റെ പേര്. അദ്ദേഹം
ആരാണെന്ന് ചോദിച്ചാൽ ഈ ദൈവം അപ്പോളോ എന്ന് പറയുന്നതായ വേറൊരു ദൈവത്തെ, ഗ്രീസിലെ അപ്പോളോ എന്ന് പറയുന്നതായ ദൈവത്തിൻ്റെയും ആ ദൈവത്തിൻ്റെ ഭാര്യയുടെ പേരാണ് കോറോണിസ്. അപ്പോൾ അപ്പോളോയുടെയും കോറോണിസിൻ്റെയും മകനാണ് ഈ അസ്കലോപ്പിയസിന് 5 പെൺമക്കളും 2 ആൺമക്കളും ഉണ്ടായിരുന്നു. ഈ അസ്കലോപ്പിയസ് ദേവന് ഒരു ഭാര്യയുണ്ടായിരുന്നു, അതിന് എപ്പിയോൺ എന്ന് പറയും. അപ്പോൾ അദ്ദേഹം വൈദ്യശാസ്ത്രത്തിന് എല്ലാ മരുന്നുകളും കിട്ടത്തക്കവണ്ണം ഹിപ്പോക്രറ്റസിന് ദർശനം കൊടുത്തു. അദ്ദേഹം ഓർമ്മിച്ച് എഴുതാൻ തക്കവണ്ണം കൊടുത്തു. ഇപ്പോൾ ഈ അസ്കലോപ്പിയസ് എന്ന് പറയുന്നതായ ദൈവം ഈ ലോകത്തിൽ മനുഷ്യർക്ക് അസുഖങ്ങൾ വരുമ്പോൾ അവരെ ആ അസുഖങ്ങളെല്ലാം മാറ്റി അവരെല്ലാം സുഖം പ്രാപിച്ച് സൗഖ്യമുള്ളവരായിട്ട് ഈ ലോകത്തിൽ ജീവിക്കുകയാണെങ്കിൽ പോപ്പുലേഷൻ ഈ ലോകത്തിൽ കൂടിപ്പോകുമല്ലോ. എല്ലാവരെയും സുഖമാക്കിക്കൊണ്ടിരുന്നാൽ അവരൊന്നും മരിക്കില്ലല്ലോ. അപ്പോൾ ഈ ലോകത്തിൽ ജനസംഖ്യ കൂടും എന്ന് വെച്ചിട്ട് സിയൂസ് എന്ന് പറയുന്നതായ ഒരു ദൈവം എന്ത് ചെയ്തെന്നറിയാമോ? ഇദ്ദേഹത്തിനെ കൊന്നുകളഞ്ഞു. ഈ അസ്കലോപ്പിയസ് ദേവനെ സിയൂസ് ദേവൻ ലോകത്തിലെ ജനസംഖ്യ കൂടിപ്പോകുമെന്ന് വെച്ച് കൊന്നുകളഞ്ഞു. ആ അസ്കലോപ്പിയസ് ദേവൻ കൊല്ലപ്പെടുന്നതിന് മുമ്പാണ് വൈദ്യശാസ്ത്രത്തിൻ്റെ സകല സീക്രട്ടുകളും ഈ ഹിപ്പോക്രറ്റസിന് പറഞ്ഞു കൊടുക്കുന്നതും. അദ്ദേഹം ഒരു വലിയ 70 പുസ്തകങ്ങൾ മെഡിസിനെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. വൈദ്യശാസ്ത്രത്തിനെക്കുറിച്ചും അതിൻ്റെ ട്രീറ്റ്മെൻറ്റിനെക്കുറിച്ചും 70 പുസ്തകം അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യയിലും ഉണ്ട് കേട്ടോ. ഇന്ത്യയിൽ ഫൗണ്ടർ ധന്വന്തരിയാണ്. പിന്നെ അതിൻ്റെ ഫാദർ എന്ന് പറയുന്നത് ചരക്ക് എന്നാണ്. ചരക് സംഹിത എന്ന പുസ്തകവും എഴുതിയിട്ടുണ്ട്. അതെല്ലാം ട്രീറ്റ്മെൻറ്റുകളാണ്. ഓക്കെ, നമുക്ക് ഇനി ഈ ഹിപ്പോക്രാറ്റസിൻ്റെ എന്തൊക്കെ ചെയ്തു എന്ന് നമുക്ക് നോക്കാം. ഈ ഹിപ്പോക്രാറ്റസ് അദ്ദേഹത്തിന് അസ്കലോപ്പിയസ് ദേവനിൽ നിന്ന് കിട്ടിയതായ ദർശനവും വെളിച്ചവും അനുസരിച്ച് മനുഷ്യ ശരീരം ഫങ്ഷൻ ചെയ്യുന്നത് 4 ഫ്ലൂയിഡ് കൊണ്ടാണ് എന്ന് മനസ്സിലായി. 4 ഫ്ലൂയിഡ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? മനുഷ്യ ശരീരം ഫങ്ഷൻ ചെയ്യുന്നത് 4 ഫ്ലൂയിഡുകളാണ്, അല്ലെങ്കിൽ 4 ദ്രാവകങ്ങൾ കൊണ്ടാണ്. 4 ദ്രാവകം. അഫ്കോഴ്സ് നമുക്ക് എല്ലുണ്ട്, അത് സ്കെലിട്ടനുണ്ട്, മാംസപേശികളുണ്ട്, നമുക്ക് സ്കിന്നുണ്ട്, നമുക്ക് ഹൃദയമുണ്ട്, ശ്വാസകോശമുണ്ട്, ഇങ്ങനെയുള്ള എല്ലാ കാര്യവും ഉണ്ട്. എങ്കിലും ഇതെല്ലാം പ്രവർത്തിക്കണമെങ്കിൽ 4 ദ്രാവകങ്ങൾ വേണം. ഈ 4 ദ്രാവകങ്ങൾ മനുഷ്യ ശരീരത്തെ പ്രവർത്തിക്കാൻ ആവശ്യമുണ്ടെന്ന് ആദ്യം കണ്ടുപിടിച്ചതായ വ്യക്തിയാണ് ഹിപ്പോക്രാറ്റസ്. അത് യഥാർത്ഥം പറഞ്ഞാൽ 1500 AD ശേഷമാണ് ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടെന്ന് വില്യം ഹാർവി കണ്ടുപിടിച്ചത്. അതുപോലെ തന്നെ ആൻഡ്രിയാസ് വെസലിയസ് എന്ന് പറയുന്ന ഒരാൾ നമ്മുടെ സ്കെലിട്ടൻ നമ്മുടെ ശരീരത്തിലുണ്ടെന്ന് കണ്ടുപിടിച്ചതും 1500 AD ശേഷമാണ്. അപ്പോൾ ഇത് 460 BC ഈ ഹിപ്പോക്രാറ്റസ് ഇതെല്ലാം മനസ്സിലാക്കിയത്. ഈ 4 ദ്രാവകങ്ങൾ, മനുഷ്യ ശരീരത്തെ പ്രവർത്തിക്കുന്ന 4 ദ്രാവകങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം. 4 ദ്രാവകങ്ങൾ. ഈ 4 ദ്രാവകങ്ങളില്ലെങ്കിൽ ആർക്കും ജീവിക്കാൻ പറ്റില്ല. ഒന്നാമത്തത് രക്തം, രണ്ടാമത്തത് മഞ്ഞപ്പിത്തം, മൂന്നാമത്തേത് കറുത്ത പിത്തം, നാലാമത്തേത് കഫം. രക്തം, മഞ്ഞപ്പിത്തം, കറുത്ത പിത്തം, കഫം. ഇത് എല്ലാവർക്കും ഉണ്ട്. ഇതില്ലാതെ മനുഷ്യർക്ക് ജീവിക്കാനായിട്ട് പറ്റില്ല. എല്ലാ മനുഷ്യർക്കും ഇതുണ്ട്. രക്തം ഓക്സിജനിൽ നിന്ന്, ശ്വാസകോശം വലിച്ചെടുക്കുന്ന വായുവിൽ നിന്ന് ഓക്സിജൻ വന്നു. ആ ഓക്സിജൻ രക്തവും കലർന്ന് രക്തം ഓക്സിജനെയും കൊണ്ട് ശരീരത്തിലൂടെ ഇങ്ങനെ കറങ്ങി തലച്ചോറിലും കയ്യിലും കാലിലും എല്ലാം ഈ രക്തം ഓടിപ്പോകും. ഈ രക്തം ഇങ്ങനെ ഓട്ടം നിലച്ചാൽ പിന്നെ ആ ഭാഗം നിർജീവമാകും. ഓക്സിനേറ്റഡ് ബ്ലഡ്
നമ്മുടെ തലച്ചോറിൽ കൂടെ പോയില്ലെങ്കിൽ നമ്മുടെ തലച്ചോറ് ഡെഡാകും. പിന്നെ ഒന്നും പ്രവർത്തിക്കാൻ പറ്റില്ല. കൈയും അതുപോലെ തന്നെ, കാലും അതുപോലെ തന്നെ, ചെവിയും അതുപോലെ തന്നെ. ബ്ലഡ് സർക്കുലേഷൻ ഇല്ലെങ്കിൽ ആ ഭാഗം നശിച്ചു പോകും. അപ്പോൾ ബ്ലഡ് ഏറ്റവും അത്യാവശ്യമാണ്. അതുപോലെയാണ് മഞ്ഞപ്പിത്തവും കറുത്ത പിത്തവും കഫവും. ഇതെല്ലാവർക്കും ഉണ്ട്. പക്ഷേ എല്ലാവർക്കും ഇത് ഉണ്ട് എങ്കിലും ഇതെന്തിനാണ്? മനുഷ്യർക്കെല്ലാവർക്കും രക്തമുണ്ട്, മനുഷ്യരെല്ലാവർക്കും മഞ്ഞപ്പിത്തമുണ്ട്, മനുഷ്യരിലെല്ലാവർക്കും കറുത്ത പിത്തമുണ്ട്, മനുഷ്യരിലെല്ലാവർക്കും കഫവുമുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് ഇവർ വ്യത്യസ്ത സ്വഭാവം കാണിക്കുന്നത്? അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ഭൂമിയെ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഭൂമി ഫങ്ഷൻ ചെയ്യാൻ അതിന് ജലം വേണം, വായു വേണം, അഗ്നി വേണം. അതുപോലെ തന്നെയാണ് മനുഷ്യ ശരീരത്തിലെ ദ്രാവകങ്ങളും വായുവും മഞ്ഞപ്പിത്തവും കറുത്ത പിത്തവും എല്ലാം കൊണ്ട് പ്രവർത്തിക്കും. ഈ പ്രവർത്തനത്തിൽ ഞാൻ ആൾറെഡി പറഞ്ഞു കഴിഞ്ഞു, 4 ഫ്ലൂയിഡും 4 ദ്രാവകവും എല്ലാവർക്കും ഉണ്ട്. പക്ഷേ ആ 4 ദ്രാവകങ്ങളുടെ കോമ്പിനേഷനിൽ വ്യത്യാസമുണ്ട്. കോമ്പിനേഷനിൽ വ്യത്യാസം വരുമ്പോൾ ആ കോമ്പിനേഷനിൽ വ്യത്യാസം വന്നിട്ട് അവർ ജനിക്കുമ്പോൾ അവർ ഒരു പ്രത്യേക പ്രകൃതത്തിൽ ജനിക്കും. അപ്പോൾ ആ പ്രകൃതം ഈ ദ്രാവകങ്ങളുടെ കൂട്ടിച്ചേരൽ കോമ്പിനേഷനിലെ വ്യത്യസ്തത കൊണ്ടാണ് അപ്രകാരം വരുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ മനുഷ്യ ശരീരത്തിൽ രക്തം ഡോമിനേറ്റ് ചെയ്യുന്നവർ ഒരു പ്രകൃതം കാണിക്കും. മനുഷ്യ ശരീരത്തിലെ മഞ്ഞപ്പിത്തം ഡോമിനേറ്റ് ചെയ്യുന്നവർ ഒരു പ്രകൃതം കാണിക്കും. മനുഷ്യ ശരീരത്തിൽ കറുത്ത പിത്തം ഡോമിനേറ്റ് ചെയ്യുന്നവർ ഒരു പ്രകൃതം കാണിക്കും. മനുഷ്യ ശരീരത്തിൽ ഫ്ലം കൂടി നിൽക്കുന്നവർക്ക് ഡോമിനേറ്റ് ചെയ്യുന്നവർ ഒരു പ്രകൃതം കാണിക്കും. ഇതിനെയാണ് ടെമ്പറമെൻറ്റ് എന്ന് പറയുന്നത്. ഈ ടെമ്പറമെൻ്റ് എന്ന് പറയുന്നത് മനുഷ്യർക്ക് ആർക്കും ജനിക്കാൻ ചോയ്സ് ഇല്ല. മനുഷ്യർക്ക് ജനിക്കാൻ ചോയ്സ് ഉണ്ടായിരുന്നെങ്കിൽ അവർ ചിലപ്പം ഇപ്പോൾ ഉള്ള ഒരു വീട്ടിലും അല്ലായിരിക്കും ജനിക്കുന്നത്. ചിലപ്പോൾ അദാനിയുടെ കുടുംബത്തിലോ അംബാനിയുടെ കുടുംബത്തിലോ ബറാക്ക് ഒബാമയുടെ കുടുംബത്തിലോ പുട്ടിൻ്റെ കുടുംബത്തിലോ ഒക്കെ ജനിക്കണമെന്ന് പറയും. അതുകൊണ്ട് ജനിക്കാൻ ചോയ്സ് ഇല്ല. അതുപോലെ തന്നെ ഈ പ്രകൃതം മനുഷ്യർക്ക് കിട്ടാൻ ചോയ്സ് ഇല്ല. അത് പാരൻസിൻ്റെയും ചോയ്സ് അല്ല, ജനിക്കുന്ന കൊച്ചിൻ്റെയും ചോയ്സ് അല്ല. അപ്പോൾ നമുക്കൊരു ചോയ്സും ഇല്ലാതെ നമുക്ക് കിട്ടുന്നതാണ് ഒരു പ്രകൃതം ജനിക്കുമ്പോൾ. അത് ഒരു വീട്ടിൽ തന്നെ ഒരു പേരൻസിന് ആ മക്കളെല്ലാവരും ഒരേ പ്രകൃതത്തിലല്ല ജനിക്കുന്നത്, പല പ്രകൃതത്തിലാണ് ജനിക്കുന്നത്. അത് ഈ ഫ്ലൂയിഡിൻ്റെ ഡോമിനേഷൻ അനുസരിച്ച് ജനിക്കും. ഇത് യഥാർത്ഥത്തിൽ സ്വഭാവമല്ല. ഇത് യഥാർത്ഥം സ്വഭാവവുമല്ല, അതുപോലെ തന്നെ വ്യക്തിത്വവുമല്ല. ഈ ടെമ്പറമെൻ്റ് എന്ന് പറയുന്നത് സ്വഭാവമല്ല, വ്യക്തിത്വവുമല്ല. ഇത് ജനിക്കുമ്പോൾ കിട്ടുന്ന പ്രകൃതം, അത് ഒരിക്കലും മാറ്റാൻ പറ്റില്ല. ആ പ്രകൃതം തന്നെ മരണം വരെയും ഉണ്ടായിരിക്കും. പക്ഷേ നമ്മുടെ ഇടപാടുകളും നമ്മുടെ വിശ്വാസവും നമ്മൾ മറ്റുള്ളവരുമായിട്ടുള്ള റിലേഷൻഷിപ്പിലൂടെ ഇതിനെ അല്പം ഓവർകം ചെയ്ത് അതിനെ മാറ്റിയെടുക്കാം എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ മനുഷ്യ ശരീരത്തിൽ ഇപ്രകാരം ഫങ്ഷൻ ചെയ്യുന്നതായ ഈ ഫ്ലൂയിഡിൻ്റെ ഏറ്റക്കുറച്ചിലുകളും ഡോമിനേഷനും അനുസരിച്ച് കിട്ടുന്നതായ പ്രകൃതം, ആ പ്രകൃതം 4ആയിട്ട് തിരിച്ചിട്ടുണ്ട്. 4 തരത്തെ, അതായത് ഈ ലോകത്തിൽ കാണുന്നതായ മനുഷ്യരെ എല്ലാം 4 തരത്തിലെ കാറ്റഗറി ആയിട്ട് തിരിക്കാം. ഇത് ജനറൽ സൈക്കോളജിയിൽ നമ്മൾ പഠിക്കുന്നത്, ഒന്നാമത്തേത് നമ്മൾ പഠിക്കും സാങ്ഗ്വൈൻ എന്ന ഒരു ഗ്രൂപ്പ് ലോകത്തിലുണ്ട്, ഒരു പ്രകൃതം. ആ പ്രകൃതത്തിൽ ജനിക്കുന്നവർ. വേറൊന്ന് കൊളറിക് പ്രകൃതത്തിൽ ജനിക്കും. വേറൊരു ഗ്രൂപ്പ് മെലങ്കോളി പ്രകൃതത്തിൽ ജനിക്കും. വേറൊരു അവസാനത്തെ കൂട്ടർ
കഫം ഫ്ലം ഡോമിനേറ്റ് ചെയ്യുന്നതുകൊണ്ട് ഫ്ലഗ്മാറ്റിക് ആയിട്ട് ജനിക്കും. അവർ സാങ്ക്വയിനായിട്ട് ജനിക്കുമ്പോൾ സാങ്ക്വയിൻ പ്രകൃതത്തിലാകാം, ജനിക്കുമ്പോൾ കൊളറിക് പ്രകൃതത്തിലാകാം, ജനിക്കുമ്പോൾ മെലങ്കോളി പ്രകൃതത്തിലാകാം, ജനിക്കുമ്പോൾ ഫ്ലഗ്മാറ്റിക് പ്രകൃതത്തിലും ആകാം. ഇതിലേതെങ്കിലും ഒന്നിലേ ജനിക്കുകയുള്ളൂ. 4 ഫ്ലൂയിഡും എല്ലാവർക്കും ഉണ്ട്, എന്നാൽ പോലും പ്രകൃതം ഒന്ന് ഡോമിനേറ്റ് ചെയ്യും. അതുകൊണ്ട് ഈ ലോകത്തിലുള്ളതായ സകല മനുഷ്യരും 4ആയിട്ട് തിരിക്കാം. ഈ തിരിക്കുന്ന 4 പ്രകൃതക്കാരെ നമ്മൾ മനസ്സിലാക്കിയാൽ എന്തുകൊണ്ടാണ് എൻ്റെ സഹോദരൻ എൻ്റെ അടുത്ത് ഇങ്ങനെ ഇടപെടുന്നത്, എന്തുകൊണ്ടാണ് എൻ്റെ മേലോഫീസർ ഇങ്ങനെ ഇടപെടുന്നത്, എന്തുകൊണ്ടാണ് എൻ്റെ അപ്പൻ ഇങ്ങനെ ഇടപെടുന്നത്, എന്തുകൊണ്ടാണ് എൻ്റെ ടീച്ചർ ഇങ്ങനെ ഇടപെടുന്നത്, എന്തുകൊണ്ടാണ് മറ്റ് രാജ്യക്കാരിങ്ങനെ ഇടപെടുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം. അതായത് നോ ദൈ സെൽഫ്, നീയും ഞാനും എൻ്റെ കൂടെ ഇടപെടുന്നവരും ഏത് പ്രകൃതത്തിൽ ജനിച്ചുവെന്ന് മനസ്സിലാക്കി അവരുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ വേണ്ടി നമ്മൾ പഠിക്കണം. ഈ 4 പ്രകൃതക്കാരെ കുറിച്ച് നമ്മൾ തുടർന്ന് പഠിക്കുന്നതായിരിക്കും. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. അടുത്ത ഓരോ പ്രകൃതത്തിൻ്റെ വ്യത്യാസങ്ങൾ എന്തെന്നും അത് മുഖാന്തരം അവരുടെ പ്രവർത്തന മേഖല എങ്ങനെയാണെന്നും നമുക്ക് പഠിക്കാം.